നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും വിവാദം അടങ്ങാത്തതിനാൽ CPM-നും BJP-ക്കുമെതിരെ സമാന വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പുമായി VD സതീശൻ. അതായത് പകരത്തിന് പകരം ഉണ്ടാവുമെന്ന്. ഹൃദയവേദനയോടെയാണ് സഹപ്രവർത്തകനായ രാഹുലിനെതിരെ നടപടിയെടുത്തതെന്ന് ആവർത്തിക്കുന്ന സതീശന്റെ കയ്യിലുള്ള ആ രേഖ എന്താവും? കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തലുണ്ടാവുമെന്ന സതീശന്റെ വെല്ലുവിളിയെ CPM-ഉം BJP-യും പരിഹസിക്കുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പോലും പറയാനാവാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വന്ന കോൺഗ്രസ് എന്തിനുള്ള പുറപ്പാടിലാണ്? രാഹുലിനായി കളത്തിലിറങ്ങിയ സൈബർ പടയാളികളെ പേടിച്ചോ തിരിച്ചടിക്കാനുള്ള നീക്കം? പീഡനക്കേസിലെ പ്രതിയെ പോലും MLA-ആയി നിലനിർത്തി രാഷ്ട്രീയ അധാർമികത പുലർത്തുന്ന CPM-നെയും മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും പ്രതിഷേധം നിർത്താത്ത BJP-യെയും പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ തുടക്കമോ? സതീശന്റെ വാക്കുകൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ശ്രീ യുവരാജ് ഗോകുൽ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ശ്രീകുമാർ മനയിൽ എന്നിവരാണ് ചേരുന്നത്. ഇന്ന് VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ് VD സതീശനിൽ നിന്ന് ഉണ്ടായത്. CPM-നും BJP-ക്കും എതിരെയുള്ള വെല്ലുവിളിയും മുന്നറിയിപ്പും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ നേരിടാൻ CPM-ഉം BJP-യും കാത്തിരിക്കൂ എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതൊരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ. കേരളം ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്നത് എന്ന് VD സതീശൻ പറയുമ്പോൾ അത് CPM-ന്റെയും BJP-യുടെയും പേരെടുത്ത് പറഞ്ഞു തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് BJP പ്രവർത്തകർ കാളയുമായി പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആ കാളയെ സൂക്ഷിച്ചു വെച്ചോളൂ എന്നാണ് VD സതീശന്റെ മുന്നറിയിപ്പ്. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് കാളയുമായി പ്രതിഷേധ മാർച്ച് നടത്തേണ്ടി വരും എന്ന് VD സതീശൻ പറയുമ്പോൾ എന്തെല്ലാമോ കയ്യിലുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ വെളിപ്പെടുത്തലുകളും അതിനെ തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായ പൊട്ടിത്തെറിയും അതിനെ നേരിടേണ്ടത് ഈ രീതിയിലാണോ? ഇന്ന് VD സതീശന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. പിന്നെ BJP-ക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. അല്ലാതെ ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-ക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താണ്. CPM നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ME ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കണം. അതിന് മറുപടിയില്ല. CPM നേതാക്കന്മാർക്കൊരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്. അവരെയൊക്കെ ആദ്യം പുറത്താക്കി. ആ MLA-മാരുടെ റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് ME ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനുമാണ്. ഇത് CPM-കാർ. ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തണം. നിങ്ങൾ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോകും. അത് വരുന്നുണ്ട്.
ശ്രീകുമാർ മനയിൽ, വി ഡി സതീശന് ഇത് എന്തു പറ്റി? സ്വന്തം പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളുകളിൽ നിന്ന് തിരിച്ചടി ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു വെപ്പാളത്തിലാണോ വി ഡി സതീശൻ ഇപ്പോൾ? ഹലോ ശ്രീകുമാർ കേട്ടോ? ഹലോ ശ്രീകുമാർ കേൾക്കാമോ? ഇല്ല, ഒന്ന് ചോദ്യം ആവർത്തിക്കാമോ? ശ്രീകുമാർ, ഇപ്പോൾ വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആവർത്തിക്കാമോ? അല്ലല്ലോ, വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ് തന്നെ കാണുമ്പോൾ ഈ സ്വന്തം പിള്ളേർ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നവരിൽ നിന്നുണ്ടായ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അതിന്റെ ഒരു വെപ്രാളം പോലെ തോന്നുന്നുണ്ട്. അല്ല മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഇതിൽ നമ്മളെ ഈ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ലൈംഗികാരോപണ കഥകൾക്ക് പകരം ലൈംഗികാരോപണ കഥകൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അപസംബന്ധ നാടകവേദിയാക്കി തീർക്കരുതെന്നാണ് എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് എല്ലാവരും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെ ഇത് വന്നു, ഇതാ നിനക്കെതിരെ അപ്പുറത്തേക്ക് അതിലും വലുത് വരാൻ പോകുന്നു, പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലുള്ളത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഇവരെ ഈ കോൺഗ്രസിനെയും CPM-നെയും ഒരു രാഷ്ട്രീയ കക്ഷി എവിടെ കൊണ്ടുവന്ന് എത്തിക്കില്ല. ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അതാണ് അതിൻ്റെ വസ്തുത. പിന്നെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. അദ്ദേഹം കോൺഗ്രസിൽ ഇപ്പോൾ അംഗമല്ല, MLA മാത്രമാണ്, ഒരു സ്വതന്ത്ര MLA മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാതെ അദ്ദേഹത്തിന് പറയായിരുന്നല്ലോ, ഇത് മറ്റേ ഗോവിന്ദൻ്റെ മകനെയും മറ്റവനെയും രക്ഷിക്കാനുള്ള അടവാണ്, CPM-നെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർ കാണിക്കുന്ന തന്ത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ പ്രശ്നം അപ്പം തീരുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ കൈവിടുകയും ചെയ്തു. എന്നാൽ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നു. അത് എന്താണ് ഒരു ഡൂബിയസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ആരോപണങ്ങളെ ഞങ്ങൾ ശക്തിയായി നേരിടും. കാരണം അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് FIR കേസുകളോ ഒന്നുമില്ല, വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ നിർത്തും. ഇതെല്ലാം CPM നേതാക്കളുടെയും അവരുടെ മക്കളെയും രക്ഷിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്, ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെ നിർത്തേണ്ടതിന് പകരം അയാളെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് നമുക്ക് ഈ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ള നമുക്കുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ആശയ അവ്യക്തതയൊക്കെ നമുക്ക് ഉയർന്നു വരുന്നത്. ഇന്ന് സതീശന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു, അത് ഹൃദയവേദനയോടുകൂടിയാണെന്ന് സതീശൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള സാഹചര്യം വന്നു, അത് പക്ഷേ ഇതൊരു ഗൂഢാലോചനയാണെന്നോ ഇതിനെതിരെ പ്രതിരോധം തീർക്കുവാനോ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. വനിതാ നേതാക്കൾ പോലും നടപടിയെടുക്കണം എന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചു. അവർ പറഞ്ഞ രീതിയിൽ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ പോലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനുള്ളൊരു വിഷമം സതീശന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? ഇത്രമാത്രം ഒരു മുന്നറിയിപ്പ് നൽകാൻ എൻ്റെ ചേഷ്ടകൾ തന്നെ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് നിങ്ങൾ കരുതിയിരുന്നോളൂ, നിങ്ങൾക്കെതിരെ വലിയ സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് എന്ന്. മഞ്ജുഷ, ഈ മുഖം നന്നാവത്തിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയൂലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം, ഈ വിഷയം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാമായിരുന്നു എന്ന് ഉറച്ച് ബോധ്യമുള്ള ആളാണ് ഞാൻ. ഏറെക്കുറെ എല്ലാ നേതാക്കളെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ അദ്ദേഹത്തെക്കുറിച്ച് ലഭിച്ചിരുന്നു. പല പരാതിക്കാരെയും അദ്ദേഹം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്തിരിപ്പിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സത്യസ്ഥത എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെല്ലാം കോൺഗ്രസിലെ നേതൃനിരയിൽ ഇതെല്ലാം സജീവമായിക്കൊണ്ടിരിക്കുമ്പോൾ, സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി. അപ്പോഴെന്താണ് അങ്ങനെ വരുമ്പോൾ ഈ വനിതാ നേതാക്കളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർക്കൊന്നും ഈ നേതാക്കൾക്ക് ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഇനി അത്ര എളുപ്പമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടികൾ നിർത്തിക്കഴിഞ്ഞാൽ ഈ നേതാക്കളും പ്രവർത്തകരൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവർ അടുത്ത ഇലക്ഷനിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആളുകളെ അപ്രോച്ച് ചെയ്യാൻ, ആളുകളെ റീച്ച് ഔട്ട് ചെയ്യാൻ, അവരോട് സംസാരിക്കാൻ, അവരെ അഭിസംബോധന ചെയ്യാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പറ്റുകൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞത് മാറ്റണം, ഇവയാളെ MLA സ്ഥാനം അടക്കം രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ MLA സ്ഥാനം അടക്കം രാജിവെപ്പിക്കണമെന്ന് പാർട്ടി നേതൃത്വം ആഗ്രഹിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല.
അത് വേറെ ഒരു അതിൽ കോൺഗ്രസിൽ അടുത്ത കാലത്ത് ഉരുണ്ടുകൂടിയ ചില ശാക്തിക ചേരിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ്. ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു ശാക്തിക ചേരി രൂപം കൊള്ളുകയും അവർ ആദ്യം വി ഡി സതീശനായിട്ട് അലയൻസ് ഉണ്ടാക്കുകയും പിന്നെ എപ്പോഴോ സതീശനിൽ നിന്ന് അകലുകയും ചെയ്തു എന്നാണ് നമുക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശാക്തിക ചേരിയുടെ ഉദയവും അസ്തമനവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ പാർട്ടിയിൽ നടന്ന ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ പറ്റാതെ അത് മൊത്തം അലമ്പായതിനു ശേഷം മറ്റവനെ വെല്ലുവിളിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് പക്ഷേ ഒരു കാര്യം ഈ കോൺഗ്രസിന്റെ അല്ലല്ല വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും പറയുന്ന ഒരു കാര്യം ശരിയാണ്, മറ്റു പാർട്ടികൾ ഇങ്ങനെ നടപടി എടുക്കാറില്ല. പ്രത്യേകിച്ച് CPM മുകേഷ് MLA കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്ത് ഇരുന്നപ്പോൾ പോലും ആരോപണം നേരിട്ട ആളുകൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടും MLA സ്ഥാനത്ത് തുടർന്നു. അപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോകുവാനായിട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക, ഇങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും ഒരു പാർട്ടിയും പോയിട്ടില്ല, പ്രത്യേകിച്ച് CPM പോയിട്ടില്ല. അപ്പോൾ CPM ഇത് പറയുവാനുള്ള ധാർമ്മിക അധികാരം ഇല്ല. ഇക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കുവാൻ കോൺഗ്രസിന് കഴിയും. അതും കടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചേഷ്ടകളുമായിട്ട് വരുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്, അല്ലേ? അല്ല, ഇത്തരത്തിൽ നിലപാടെടുത്തുകൊണ്ട് കടുത്ത പ്രതിരോധം കോൺഗ്രസിന് വേണ്ടി ഉയർത്താൻ ആർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വിഷയം ഉന്നയിച്ച് പാർട്ടിയുടെ ആ പ്രതിരോധ സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ജസ്റ്ററിൽ നിന്ന് സംസാരിച്ചു എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്തതിൻ്റെ മെറിറ്റ് എങ്ങനെയാണ് കോൺഗ്രസിന് രാഷ്ട്രീയമായി അനുകൂലമാക്കാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മളൊരു നടപടി എടുത്താൽ അതിന് മെറിറ്റിലാണെങ്കിൽ ആ മെറിറ്റ് എങ്ങനെ പൊളിറ്റിക്കലി നമുക്ക് യൂസ്ഫുൾ ആവണം അടുത്ത ഇലക്ഷനിൽ. അതിനെന്താണ് ഇവർ ചെയ്യുന്നത്? അത് പൊളിറ്റിക്കലി യൂസ്ഫുൾ ആകാൻ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടോ? അതിന് പകരം നമ്മളിങ്ങനെ അഗ്രസീവ് ജസ്റ്ററായിട്ട് ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് മാറി വരുന്ന സ്വഭാവമാണ്. കാരണം ഈ ഒരു അഗ്രസീവ് ജസ്റ്റർ ഒരു പക്ഷേ നാളെ പാർട്ടിക്ക് തിരിച്ചടിയായേക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവധാനതയോടെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്താൽ ആദ്യം മുതൽ ഇത് പരിഹരിച്ച് പോകാമായിരുന്നു. ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ അവധാനതയില്ലായ്മയും പക്വതയില്ലായ്മയും ഈ സംഭവം വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തിപരമായിട്ട് ആരും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു KPCC അധ്യക്ഷൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് പാർട്ടിയുടെ അവസാന വാക്ക്. ഇത്തരം വിഷയങ്ങളിൽ അവസാന വാക്ക് പറയേണ്ട ആൾ ശരിക്കും അദ്ദേഹമാണ്. കാരണം സംഘടനാപരമായ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു MLAക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് വെച്ചാൽ KPCC നിർവാഹക സമിതി അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ പ്രതിരോധിക്കുകയോ പ്രതിരോധിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്, ഇത് രണ്ടും തിരഞ്ഞെടുക്കേണ്ട ആൾ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നൊരു ഒരു കുറിപ്പ് നോക്കി വായിച്ചതല്ലാതെ എന്താണ് ശരിക്കും സണ്ണി ജോസഫ് എന്ന KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് ഇതാണെന്ന് ഉറപ്പിച്ച് പറയായിരുന്നു എന്തുകൊണ്ടാണ്? ശരിക്കും KPCC അധ്യക്ഷൻ തന്നെയാണ് പറയുക. കാരണം രാഹുൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗമാണ് എന്നുള്ളത് ശരിയാണ്, നിയമസഭാ കക്ഷി നേതാവ് വി ഡി സതീശനാണ്. പക്ഷേ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി കൈക്കൊള്ളണമെങ്കിലും ഈ KPCC പ്രസിഡന്റിന് സാധിക്കുള്ളൂ പാർട്ടി ഭരണഘടന അനുസരിച്ച്. കാരണം വി ഡി സതീശന് സാധിക്കില്ല. പ്രസിഡന്റിന് മാത്രമേ എപ്പോഴും കോൺഗ്രസിൽ ആരെങ്കിലും സസ്പെൻഡ് ചെയ്യാൻ പ്രസിഡൻഷ്യൽ സംവിധാനമുള്ള എല്ലാ പാർട്ടികളും അങ്ങനെ, BJP അടക്കം അങ്ങനെ. അല്ല, അത് ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ. KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന്. അല്ല, അതിനപ്പുറത്തേക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിൽ ഒരു പാർട്ടി നിലപാട് എന്താണ് അദ്ദേഹം വിശദമാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, അദ്ദേഹം വ്യക്തമാക്കിയത് സ്ത്രീകളുടെ ആത്മാഭിമാനവും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ചയില്ല, അതുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നലെ. അല്ല, അത് അദ്ദേഹം പുറത്താക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഈ വിഷയം ഉണ്ടായിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്? ഇത് ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ക്രിയാത്മകമായ നിർദ്ദേശം നൽകി കൃത്യമായ പാർട്ടിക്ക് ഒരു ദിശാബോധം കാണിച്ചു കൊടുക്കേണ്ട ആളാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള നേതാവാണ്, വളരെ അനുഭവ സമ്പത്തുള്ള നേതാവാണ്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അത് ഈ പ്രശ്നത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ശ്രീകുമാർ മനയിൽ നിന്ന് കോൺഗ്രസിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പാനലിലുള്ള ആരോടും ചർച്ചയ്ക്ക് പോകേണ്ട എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ചർച്ച ഇനിയും നീട്ടിക്കൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെതായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുവാൻ ആരെയും വിടേണ്ട. അത് കോൺഗ്രസിന് അവരുടെ പാനലുണ്ട്, ചാനൽ ചർച്ചകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള പാനലുണ്ട്. ആ പാനലിലുള്ള ആരോടും പോവേണ്ട എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ല, അങ്ങനെ ഒരാളെ വിടില്ല എന്ന് അറിയിച്ചതിനാൽ. ശ്രീ യുവരാജ് ഗോകുൽ, ശക്തമായ മുന്നറിയിപ്പ് BJPക്ക് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്
നിങ്ങൾ കാളയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നുവല്ലോ. അതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതേ മാർച്ച് തന്നെ ഇതേ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ BJPയിലെ ഏതോ വലിയ നേതാവിനെതിരെ ഇതേ രീതിയിലുള്ള വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണല്ലോ. അതിൽ സംശയമില്ലല്ലോ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ല, അത് അദ്ദേഹം ഒന്ന് സമനില തെറ്റിയ അവസ്ഥയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറെ യുവ നേതാക്കൾ എന്ന് പറഞ്ഞ് അദ്ദേഹം കെട്ടി ഘോഷിച്ചു കൊണ്ടുവന്നിരുന്ന ആൾക്കാരെല്ലാവരും നനഞ്ഞ പടക്കങ്ങളായിട്ട് പോകുന്നത് കാണുമ്പോൾ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും അപഹാസ്യരായിട്ട് മാറുന്നത് കാണുമ്പോൾ, സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി കസേര ഇവരെ മുൻനിർത്തി വലിയൊരു സമ്മർദ്ദ ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ച് തനിക്ക് അതിലേക്ക് എത്തിപ്പെടാം എന്ന് കരുതിയിരുന്ന ഒരാൾ തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് BJPയിൽ നിന്ന് ഇരിക്കാൻ ഇടം കിട്ടാണ്ട് ഇറങ്ങിപ്പോയ ചില ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസിന്റെ തൊഴുത്തിൽ അവരെ കെട്ടിയിട്ടുണ്ട്. അപ്പോ ആ കെട്ടിയിരിക്കുന്ന ആൾക്കാർ കൊടുത്തിരിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തില് VD സതീശൻ എന്തൊക്കെയോ പറയുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് അല്ല, അതായിരിക്കും സന്ദീപ് വാര്യരെയാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. സന്ദീപ് വാര്യർ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു, BJPയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങോട്ടാണ് ഈ സൂചന വരുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. BJPയുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക്. ഞാൻ അതിനകത്ത് ആരുടെയും പേരൊന്നും എടുത്ത് പറയാൻ അല്ല, അത് നമ്മൾ കണ്ടതാണല്ലോ. അല്ലല്ല, യുവരാജ് അതിൽ പേരെടുത്ത് പറഞ്ഞതിന് എന്താണ് കുഴപ്പം? സന്ദീപ് വാര്യർ BJPയിലായിരുന്ന ആളാണ്, ഇപ്പോൾ കോൺഗ്രസിലാണ്. ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് BJPയുടെ ഒരു കോർ കമ്മിറ്റി അംഗമാണെന്ന്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ തൊഴുത്തിലും അല്ല, അദ്ദേഹം ലീഗിന്റെ തൊഴുത്തിലാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ തൊഴുത്തിലെങ്കിലും എത്താൻ പറ്റുമോ? അവിടെ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അദ്ദേഹം ഇപ്പൊ കുറെ കാലം സ്വന്തമായിട്ട് തൃശ്ശൂരിൽ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വാർത്ത പ്ലാൻ ചെയ്ത് നോക്കി, എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിച്ച് നോക്കി. കാരണം അങ്ങനെയെങ്കിലും കോൺഗ്രസ് എനിക്ക് സീറ്റ് തരുമെന്ന്. അപ്പൊ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ പിടിച്ച് വിരട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങും അല്ല ഇങ്ങും അല്ല എങ്ങും അല്ലാത്തുള്ളൊരവസ്ഥയിലാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ബോബനും മോളിലെ പട്ടിയെ പോലെ എല്ലാ സീനിലും സീൻ പിടിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാ ഫ്രെയിമിലും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. ഇപ്പോ തൽക്കാലത്തേക്ക് VD സതീശനെ സംബന്ധിച്ചിടത്തോളം മാങ്കൂട്ടവും ഷാഫിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ കൈ കിട്ടുന്ന കച്ചിത്തുരുമ്പ് എന്താണ് എന്നുള്ള നിലയിൽ നോക്കി അതിനെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോ ആ കൊടുക്കുന്ന ഇൻഫർമേഷനും കൊണ്ട് VD സതീശൻ കളത്തിലേക്ക് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ VD സതീശൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം കുറച്ചുകൂടി അപഹാസ്യനാണ്. അതായത് BJPയിലെ പഴയ നേതാക്കളിൽ നിന്ന്, BJP വിട്ടുപോയ സന്ദീപ് വാര്യർ എന്ന് തന്നെ പറയാം, ഇത്തരം നേതാക്കളിൽ നിന്ന് ചില വിവരങ്ങൾ VD സതീശന് കിട്ടിയിട്ടുണ്ട്. അതാണ് സതീശൻ പൊട്ടിക്കാൻ പോകുന്നത്. അതല്ലേ താങ്കൾ അർത്ഥമാക്കുന്നത്? ഇതാണ് കേരളം ഞെട്ടാൻ പോകുന്ന വിവരം എന്നാണ്. CPM-നേക്കാൾ അദ്ദേഹം ഊന്നി പറയുന്നത് BJP ആണ് കേട്ടോ. കാരണം ആളെ ഉപയോഗിച്ച് നിങ്ങളാണ് പറയുന്നത്. ഞാൻ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴയ ആൾക്കാരെന്തെങ്കിലും കൊടുത്തോ പുതിയ ആൾക്കാരെന്തെങ്കിലും കൊടുത്തോ VD സതീശന് മറ്റെവിടെന്നോ കിട്ടിയോന്നൊന്നും അല്ല. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആർക്കും പോകുന്നില്ല. BJP എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർക്കും ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അത്തരത്തിൽ ഒളിവും മറവുകളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് സംഘടന വിട്ടുപോകുന്ന സാഹചര്യം സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അവരുടെ വഴിക്ക് പോവുക. അപ്പൊ അതും കേട്ടിട്ട് VD സതീശൻ എന്തെങ്കിലും എടുത്ത് ചാടാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി VD സതീശൻ സ്വന്തം നിലയ്ക്ക് എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമായിരിക്കും. അല്ലാണ്ട് ഞാൻ ഈ 2-3 ദിവസങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അവിടെയുള്ള വെല്ലുവിളികൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുക്കാനോ ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചത് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ കൊതിക്കറിവ് മൂത്തിട്ട് ചില ആൾക്കാര് പറഞ്ഞ് ഉണ്ടാക്കുന്ന പരദൂഷണ കഥകൾ കേട്ടിട്ട് ആ പരദൂഷണങ്ങളെല്ലാം വലിയ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാളയം പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കാളയം കൊണ്ടുവരാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കാള എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു പ്രയോജനവും ഇല്ലാത്ത, അതിന് എന്ത് ഭാഷ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല, അത്തരത്തിലൊരു കാര്യമായിട്ട് പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ശരി, ഇപ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കർ കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, CPM-നെതിരെയും വെല്ലുവിളി നടത്തുന്നുണ്ട് VD സതീശൻ. പിന്നെ മറ്റൊരു കാര്യം, CPM-നെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CPM-ന്റെ നേതാക്കൾക്കെതിരെ തെളിവ് സഹിതം എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അവിടെ കൂട്ടമായിട്ട് വന്ന് അവരെ സംരക്ഷിച്ച്
MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർത്ത് ഇതൊരു പതിവായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ CPM ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഇന്ന് പിൻവലിഞ്ഞു എന്നാണ് തോന്നുന്നത്. MLA സ്ഥാനവും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന്. അധാർമികമായ കാര്യമാണ് CPM പറയുന്നത്. കാരണം അധാർമികത പിന്തുടരുന്ന ആളുകളാണ് CPM. അപ്പോൾ അവിടെ ധാർമ്മികത പറയുവാൻ CPM-ന് അവകാശമില്ല ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ആണ് അതിന് മാതൃക കാട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് വെളിയിൽ കളഞ്ഞു. ഇനി അതിനുമപ്പുറം ഒരു സെന്റൻസ് പോലും പറയുവാൻ CPM-ന് അർഹതയില്ല. മഞ്ജുഷ്, ഇതില് ഈ കഴിഞ്ഞ ഈ നിയമസഭയുടെ കാലയളവിൽ തന്നെ സമാനമായ 2 ആരോപണങ്ങൾ 2 MLA-മാർക്കെതിരെ വന്നു. ശ്രീ വിൻസെന്റിനെതിരെയും അതുപോലെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വന്നു. KPCC-യും കോൺഗ്രസും UDF-ഉം എന്തു നടപടിയാണ് സ്വീകരിച്ചത്? അവർ സ്വീകരിച്ച നടപടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം നിന്ന് പുറത്താക്കുക. എന്നാൽ വിൻസെന്റിനെതിരെയോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയോ അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി നാം കണ്ടില്ല. അപ്പോ ചില സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ കോൺഗ്രസ് വെച്ചു നീട്ടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇത് പ്രതികരിക്കപ്പെടേണ്ടത്. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വിൻസെന്റിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, കേസുകളും വ്യത്യസ്തവും വിഭിന്നവുമായിട്ടുള്ള വിഷയമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യ ബോധം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. സംഘടനാ നടപടി കോൺഗ്രസിന് കൃത്യമായി ഇതിൽ അവർക്ക് പിശക് പറ്റിയെന്നും രാഹുൽ തെറ്റ് ചെയ്തു എന്നും ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വം നിന്ന് പുറത്താക്കുന്നത്. പക്ഷേ ഇതേ രീതിയിലുള്ള ഇപ്പോൾ രാഹുൽ ശരിയാണ്, രാഹുലിന് പ്രതിരോധം തീർക്കുവാനേ കഴിഞ്ഞിട്ടില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ശബ്ദരേഖകളൊക്കെയാണ് പുറത്തു വരുന്നതെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇതേ വ്യക്തതയോടുകൂടി തന്നെ വന്നതാണെന്ന്. അന്നൊരു മാനനഷ്ട കേസ് കൊടുക്കുവാൻ പോലും പാർട്ടി പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതിന് തയ്യാറായില്ല. പാർട്ടി അനുമതി കൊടുത്തതാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിന് പോലും കടകംപള്ളിക്ക് കഴിഞ്ഞില്ല. അതായത് പ്രതിരോധം തീർക്കുവാനേ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. സമാനമായ രീതിയിൽ മുകേഷിനെതിരെ അപ്പോഴൊക്കെ ഇതേ പ്രതിരോധമാണ് തീർത്തത്. ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പദവി വീണ്ടും കിട്ടുകയില്ല എന്ന്. അപ്പോൾ പിന്നെ ഇതിൽ കോൺഗ്രസിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചും മുകേഷിനെ സംബന്ധിച്ചും പാർട്ടി പ്രാഥമികമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. വന്നിട്ടുള്ള ശബ്ദരേഖയാണെങ്കിലും തെളിവുകളാണെങ്കിലും കേസുകളാണെങ്കിലും അത് സംബന്ധിച്ച് പാർട്ടി പ്രാഥമിക വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പാർട്ടി എടുത്തത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് പാർട്ടി അംഗമല്ല. പാർട്ടിയുടെ ഘടകങ്ങളിൽ ഒരു ഘടകത്തിലും പ്രവർത്തിക്കുന്ന ആളല്ല. അങ്ങനെ പറയില്ലേ? അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. MLA സ്ഥാനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതന്നെ MLA സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായത്. പക്ഷെ ഇപ്പോ നിലവിൽ വന്നിരിക്കുന്ന രാഹുലിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിന്റെ പോലും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്ന ബോധ്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, KPCC-ക്കുണ്ട്. അത് ബോധ്യപ്പെടാത്തത് പാലക്കാട്ടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതൊരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എങ്കിൽ ആ ജനപ്രതിനിധി ആ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റമില്ല. ഇപ്പൊ മുകേഷ് അല്ല ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുക. അങ്ങനെ ഒരു നിലപാടാണ് കോൺഗ്രസ് എടുക്കേണ്ടത്. കാരണം കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളെ എന്തിന് പാലക്കാടിന് മേൽ കെട്ടിവെക്കണം എന്നുള്ളതാണ്. പക്ഷെ CPM-ന് അത് പറയാൻ അർഹതയില്ലെന്നേ. CPM മാത്രം അത് പറയരുത്. കാരണം CPM ഈ കീഴ്വഴക്കം ഇവിടെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് CPM-ന് പറയാൻ അർഹതയില്ല. അല്ല, CPM ആവശ്യപ്പെടുന്നതിന്റെ പ്രാഥമിക വിഷയം ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെതിരെയോ മുകേഷിനെതിരെയോ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വ്യാപ്തിയെ സംബന്ധിച്ചുള്ളതാണ്. അല്ല, വ്യാപ്തി നിങ്ങളാണ് തീരുമാനിച്ചത്. നിങ്ങളാണ് അതിന്റെ തീവ്രത നോക്കുന്നത്, ബാക്കിയുള്ളവരല്ല. നിങ്ങൾ തീവ്രത നോക്കി നിങ്ങൾ കൂട്ടത്തോടെ കടകംപള്ളിയെയും മുകേഷിനെയും സംരക്ഷിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇവിടെയാണെങ്കിൽ കോൺഗ്രസ് ശരിയാണ്, CPM-ൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി സംഘടനാ സെറ്റപ്പാണ് ഉള്ളത്. അവിടെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അവിടെ കൂട്ടത്തോടെ ആ നേതാവിനെതിരെ ഇറങ്ങി പുറപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് വേണം താനും, അങ്ങനെ വേണം താനും, അങ്ങനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സെറ്റപ്പിന്റെ ഒരു വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ. അത് നിങ്ങൾ യോജിച്ച് മുകേഷിനെയും കടകംപള്ളിയെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തി, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ മഞ്ജുഷ്, അതില് മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം, മുകേഷിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ അല്ലാത്ത ഒരാളെന്ന നിലയിൽ പാർട്ടിക്ക് മുകേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രനായി മത്സരിക്കുകയും CPM ചിഹ്നം അനുവദിച്ച് CPM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോ അത്തരം ഒരാളോട് നിശിതമായ ഭാഷയിൽ പാർട്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. ഒരു പരിമിതിയില്ല. CPM-നല്ലേ പരിമിതി? ഇല്ല മഞ്ജുഷ്, അതില് ഒരുപക്ഷെ മുകേഷിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു എന്നൊരു ഹൈപ്പോത്തിസിസ് എടുത്തോളൂ. അങ്ങനെ ഒരു അസംഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞാൽ
എന്ത് ചെയ്യാൻ കഴിയും? അത് രാഹുലിനോട് അങ്ങനെ തന്നെയാണ്. രാഹുൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിലൊന്നും വരില്ല. രാഹുലിന് സ്വതന്ത്രനായിട്ട് തന്നെ MLA ആയിട്ട് തുടരാൻ പറ്റും. അത് രണ്ട് കാര്യത്തിലും ഈക്വലാണ്. രാഹുൽ ചിലപ്പോൾ പറഞ്ഞു കാണും എനിക്ക് പറ്റില്ല എന്ന്. നമുക്കറിയാൻ പറ്റുമോ അത്? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള യുവ നേതാവ് എന്ന നിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണല്ലോ. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ഏതോ വലിയ അപരാധമാണ് എന്ന അർത്ഥത്തിൽ കാണുകയും വേണ്ടതിന്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം രാഹുൽ രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. രാഹുൽ രാജിവെക്കാതിരിക്കുന്നിടത്തോളം കാലം ധാർമ്മികത ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ വർത്തമാനം പറയാൻ പോലും ആവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഭീഷണിയുടെ സ്വരത്തിൽ ശ്രീ VD സതീശൻ വർത്തമാനം പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട് VD സതീശൻ തനിക്ക് ലഭിച്ച പരാതി ഇത്രയും കാലമായിട്ടും മൂടിവെക്കപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യം മുന്നിൽ നിൽക്കുകയല്ലേ? ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതല്ലേ അദ്ദേഹം രാഹുൽ രാജിവെക്കണം, രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്ന നിലപാടിലേക്ക് വന്നത്? ആ നിലപാടിൽ നിന്ന് ഇപ്പോ കടകം മറിഞ്ഞിട്ട് ബാക്കി ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും ഇതുപോലെ സമാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയമല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് തന്റെ പാർട്ടിയുടെ ഒരു യുവ MLA, ആ യുവ MLA ചെയ്തിട്ടുള്ള തെറ്റ് താൻ അറിഞ്ഞിട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു വർഷങ്ങളോളം. ആ വിവരം പുറത്തു പറയാതിരിക്കുന്നു. തന്റെ പിതൃതുല്യമായി കരുതിയിരുന്ന ആളുകളെ ഒരു വ്യക്തി നൽകിയ പരാതി, ആ പരാതി മൂടിവെക്കപ്പെട്ടു എന്നുള്ളത് ഗൗരവതരമായ ഒരു കുറ്റകൃത്യം കൂടി ശ്രീ VD സതീശൻ ചെയ്തിട്ടുണ്ട്. ആ പരാതി ഒരുപക്ഷെ ശരി, ഈ കുറ്റം ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതെല്ലാം പക്ഷേ CPM-ന് പറയാൻ അർഹതയില്ല. കാരണം ഈ പരാതി, ഇത്തരത്തിലുള്ള പരാതികൾ CPM-ന് കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പാർട്ടി അന്വേഷണമാണ് നടക്കാറുള്ളത്. എന്നിട്ട് അവിടെ തീവ്രത അളന്നിട്ട് ആ പറയുന്നയാളെ കുറ്റവിമുക്തനാക്കുക എന്നുള്ള പതിവ് കാര്യം CPM-ൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ കീഴ്വഴക്കമെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഈ പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ ഉപദേശിക്കാൻ അർഹതയില്ല. അവരവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അതിനകത്തുണ്ട്. MLA ആയി തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികമായിട്ട്, നിയമപരമായിട്ടോ ഒന്നുമല്ല, കീഴ്വഴക്കം വെച്ച് നോക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ധാർമ്മികമായിട്ട് അത് ശരിയല്ല രാഹുൽ ആ പദവിയിൽ തുടരുന്നു. പക്ഷേ ഇതൊന്നും പറയാൻ CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ അർഹതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി കോടതികൾ പോലും ഉള്ള ഒരു പാർട്ടിക്ക്. അല്ല മഞ്ജുഷ്, ഇപ്പൊ CPM-ന്റെ ഒരു പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വന്നാൽ CPM അത് സ്വയം പരിശോധിക്കുന്നതിനുള്ള തീരുമാനം എടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികളും എടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടൊന്നും അല്ല. ഏതെങ്കിലും ഒരു ആക്ഷേപമോ ആരോപണമോ വന്നാൽ അത് അപ്പടി വിശ്വസിക്കുന്ന പാർട്ടിയല്ല CPM. അത് പരിശോധിക്കും. വ്യക്തിപരമായ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അത് അന്വേഷിക്കുന്നതിന് ആ സഖാവ് പ്രവർത്തിക്കുന്ന ഘടകത്തിന്റെ ചുമതലപ്പെടുത്തും. അത് അന്വേഷിച്ചതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് നടപടികളിലേക്ക് പോകാറുള്ളത്. എടുത്തുചാടി നടപടി എടുക്കുന്ന ഒരു സമീപനം CPM-ൽ ഇല്ല. അപ്പോൾ മറ്റുള്ളവരോട് എടുത്തുചാടി നടപടി എടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യരുത് അഡ്വക്കേറ്റ് BN ഹസ്കർ. അതുകൊണ്ടാണ് CPM-ന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ പ്രകടമായി വരികയാണ്. അതാണ് പ്രശ്നം. അതാണ് നിങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുവാനായിട്ട് VD സതീശനും കഴിയുന്നത്. അവർ പേരിനെങ്കിലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാട്ടിയിട്ടുണ്ട്. പിന്നെ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. ശ്രീകുമാർ മനയിൽ, ഹസ്കർ പറഞ്ഞതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. യുവരാജ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചാടിപ്പോയ BJP-യിലെ നേതാക്കൾ കൊടുക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് VD സതീശൻ ഇനി വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നത് എങ്കിൽ അത് പരിഹാസ്യരാകുന്നതിനെ വഴിവെക്കുകയുള്ളൂ എന്ന്. മഞ്ജുഷ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് CPM പോലുള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ്. CPM അവരുടെ നേതാക്കളെയും അണികളെയും പ്രതിരോധിക്കാൻ ഉയർത്തുന്ന സന്നാഹങ്ങൾ അല്ല കോൺഗ്രസിനുള്ളത്. അത് കുറേ കൂടെ ജനാധിപത്യപരവും വാതിലുകൾ ആയിരുന്നുകൊണ്ട് അവിടെ നടക്കുന്ന ഏത് കാര്യവും ആ നിമിഷം പുറത്തറിയും. ഇപ്പോൾ CPM അവരുടെ ഒരു നേതാവിനെ സംരക്ഷിക്കാൻ എടുത്ത തീരുമാനം പുറത്തറിയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാര്യമല്ല. കാരണം സംരക്ഷിക്കുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ പറയുമ്പോഴല്ലാതെ. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. നിങ്ങൾ ഓർക്കണ്ടോ, കോൺഗ്രസ്സിലെ KPCC നിർവാഹക സമിതി യോഗം എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് വാർത്താമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റിയോ അങ്ങനെ നടത്താൻ പറ്റുമോ? BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയോ അങ്ങനെ നടത്താൻ പറ്റുമോ? ഇവിടെ സോണിയാഗാന്ധി പങ്കെടുത്ത KPCC എക്സിക്യൂട്ടീവ് യോഗം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തിയിട്ടുണ്ട്. ആൾക്കാർ ബസ്സിൽ പോകുമ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക സംസാരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ BJP-യെയും അല്ലെങ്കിൽ CPM-നെയും
അളക്കുന്ന ആ യാഡ് സ്റ്റിക്ക് കൊണ്ട് ഒരിക്കലും കോൺഗ്രസിനെ അളക്കരുത് അതിൻ്റെ നേതാക്കൾ തന്നെ അതിനെ അങ്ങനെ അളക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൻ്റെ ആഘാതം കോൺഗ്രസ് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് BJPയുടെ നേരെ തിരിഞ്ഞിട്ടോ CPMൻ്റെ നേരെ തിരിഞ്ഞിട്ടോ അല്ല. അത് ഇറ്റ്സെൽഫ് ആ പാർട്ടിയുടെ ഉള്ളിൽ ഈ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഇവോൾവ് ചെയ്തു വന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ആ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിന് അപകടം ചെയ്യുമെന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. 2021 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് ഈ സംസ്കാരം ഈ പാർട്ടിയിൽ ഇവോൾവ് ചെയ്തു വരുന്നത്. ഞാൻ ഈ പാർട്ടിയായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. 2021 ആ നേതൃമാറ്റമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ഇന്നീ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി ഭവിച്ചതെന്ന് നമുക്കത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അന്ന് ഉരുണ്ടുകൂടിയ സംസ്കാരമുണ്ട്. കാരണം കുറേ യുവ നേതാക്കളെ വെച്ച് പാർട്ടി പിടിക്കുക, സീനിയർ നേതാക്കളെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്യുക, മുതിർന്ന നേതാക്കളെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതിരിക്കുക, എല്ലാം തീരുമാനിക്കുന്നത് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന നേതാക്കളും അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥ ഈ പാർട്ടിയിൽ വന്നു. പക്ഷേ അവധാനതയില്ലായ്മ, പരിചയസമ്പന്നതയില്ലായ്മ, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ വിഷത്തേക്കാൾ അപകടമാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം 2002 കാലഘട്ടം മുതൽ തന്നെ എനിക്ക് യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ നടക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ആരോപണം ഉണ്ടെന്നുള്ളത്. ആ സമയത്ത് തന്നെ അന്നപ്പോഴും ആരും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ആ ചെറുപ്പക്കാരനെ പിന്തിരിപ്പിച്ചെങ്കിൽ 22-23 കാലഘട്ടം ഞാനത് കേൾക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ കുറിച്ചിട്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ എവിഡൻസ് വെച്ചിട്ടല്ല, ഈ ഹിയർസേ ആയിട്ട് ഞാൻ കേട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷേ ആ സമയത്ത് ഒരു കർശനമായ നിലപാട് ഈ നേതാക്കൾ എടുത്തിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ഈ ആപത്തിന് രക്ഷിക്കായിരുന്നു. കാരണം നല്ലൊരു കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച യുവ നേതാവാണ് രാഹുൽ, സംശയമില്ല കാര്യത്തിൽ. നല്ല അറിവും പ്രാപ്തിയുള്ള മനുഷ്യനാണ്. പക്ഷേ അയാളുടെ അനുഭവ സമ്പത്തിൻ്റെ കുറവ് മൂലം, പക്വത കുറവ് മൂലം അയാൾ ചാടിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് ആദ്യം ഇവരെ പിന്തിരിപ്പിക്കേണ്ടത് ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന, ഇദ്ദേഹത്തെ ഇവോൾവ് ചെയ്യിച്ചു കൊണ്ടുവന്ന, ഇദ്ദേഹത്തെ വലിയൊരു നേതാവാക്കി മാറ്റാൻ കൊതിച്ച നേതാക്കൾ തന്നെയായിരുന്നു. പക്ഷെ അവരാരും അതിന് ഒരുമ്പിട്ട് ഇറങ്ങിയില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ ഈ നമ്മൾ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ മുഖം നന്നാവത്തിന് കണ്ണാടി ഓടിച്ചിട്ട് കാര്യമില്ല. BJP അങ്ങനെയാണ്, CPM ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് ചോദിച്ചിട്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസിന് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. ഈ വനിതാ നേതാക്കളൊക്കെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇറങ്ങി ചെന്നിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ BJP പോലെയോ CPM പോലെയോ കോൺഗ്രസിന് കൃത്യമായ കേഡേഴ്സ് ഇല്ല ആളുകളെ അപ്രോച്ച് ചെയ്യാൻ. കാരണം അവരുടെ അനുഭാവികളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെന്ന് പറഞ്ഞാൽ എപ്പോഴും വോട്ട് കിട്ടുന്നത് ആളുകൾ ഇറങ്ങി വോട്ട് ചെയ്യുന്നതാണ്. ഈ ചിട്ടയായ പ്രവർത്തനം മൂലം കിട്ടുന്നതല്ല. ആളുകൾ ഇറങ്ങി കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ എപ്പോഴും അങ്ങനെ ഒരു ജനക്കൂട്ടത്തിൻ്റെ പാർട്ടിയാണ് എപ്പോഴും കോൺഗ്രസ്. അപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളൊരു വീട് കയറി പ്രചരണം നടത്തുമ്പോഴൊന്നും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നാൽ ഇന്ന് പോകണമെന്ന് നാളെ പോകില്ല. അപ്പോൾ പ്രചരണത്തിന് അല്ലെങ്കിൽ വീട് കയറാൻ ആളെ കിട്ടില്ല. CPM BJP പോലെ അല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഏതായാലും പറ്റി എന്നാൽ നിന്നെ ഞങ്ങൾ നാറ്റിക്കുന്നു പറയുന്ന ഒരു രാഷ്ട്രീയ പക്ഷെ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ മാറിയിരിക്കുകയാണല്ലോ. അവിടെയാണ് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചേർന്ന് പുതുതായിട്ട് വന്ന BJPയിൽ നിന്ന് കാലുമാറി വന്ന സന്ദീപ് വാര്യരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സൈബർ കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നത്, റീൽസ് വേഴ്സസ് റിയൽ എന്നുള്ളത്. അപ്പോൾ റീൽസ് റിയൽ കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ റീൽസ് ടീം ഉണ്ടല്ലോ, അവർ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ രാഹുലിനായി പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ മോശമായ രീതിയിലാണ്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെ പോലും അപഹസിച്ചുകൊണ്ടാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നടപടിയെടുത്തതിനെതിരായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ചൊരിയുകയാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അവർ വന്ന് മോശം കമൻറ്റുകളാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ പല പേജുകളും വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പോലും ഇത് തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നു. രാഹുലിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാതെയുള്ള ഇന്നത്തെ VD സതീശൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി എന്നുള്ളതാണ്. എങ്ങനെ ക്ലോസ് ആകാനാണ് ഈ ചാപ്റ്റർ? കോൺഗ്രസിൽ തന്നെ കുത്തിപ്പൊക്കലുകൾ ഉണ്ടാവുകയാണ്. അതാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളുടെ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രവഹിക്കുകയാണ് രാഹുലിനെ അനുകൂലിച്ചും എതിർത്തും കൊണ്ടുള്ള സൈബർ യുദ്ധങ്ങൾ. ഇത് കോൺഗ്രസിനെ എവിടെ കൊണ്ടുവന്നെത്തിക്കും? മഞ്ജുഷ, അതെ, ഈ നേതൃത്വത്തിൻ്റെ ദൗർബല്യമാണ്, ദുർബലതയാണ് ഇത് കാണിക്കുന്നത്. ഈ സൈബർ വേട്ടാവളിയന്മാരെ ഭയക്കുന്ന ഒരു നേതൃത്വം കോൺഗ്രസിനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ നിവർന്ന് നിന്ന് തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയുക?
ഈ സൈബർ ഇടങ്ങളിൽ ഇരിക്കുന്നവർ അവർ വീടിൻ്റെ അകത്തിരുന്ന് സ്വന്തം സ്മാർട്ട് ഫോണിലിരുന്ന് പണിയെടുക്കുന്നവരാണ്. അല്ലാതെ അവർ റോട്ടിലിറങ്ങി പണിയെടുക്കുന്നവരല്ല. ഈ റോട്ടിൽ നമ്മളൊരു സൈബർ കടന്നലിനെ അവൻ ജീവിച്ചിരുന്ന പ്രദേശത്ത് പോലെ അയാളെ അറിയില്ല ചിലപ്പോൾ. അത്തരം ആളുകളെ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് 2026 തെരഞ്ഞെടുപ്പ് വരുവാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കണ്ടേ? ജയിച്ചാലാണല്ലോ ഇനി പാർട്ടിയും UDF ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അത് ജയിക്കാൻ ഈ കടന്നൽ കൂട്ടങ്ങളെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. അതിനിറങ്ങണമെങ്കിൽ റോട്ടിലിറങ്ങി പണിയെടുക്കുന്ന നേതാക്കൾ വേണം, അണികൾ വേണം. ദൃശ്യങ്ങളിൽ കാണുന്നത് സിപിഎമ്മിനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രചാരണമാണ്. ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ പ്രകടനമാണിത്. അവിടെയാണ് ഇങ്ങനെ ശ്രീ യുവരാജ് ഗോകുൽ, ഇത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് പകരത്തിന് പകരം എന്ന രീതിയിൽ. അതിൻ്റെ അടുത്ത പടിയാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പെടുത്തൽ വരാൻ പോകുന്നത്. ഇപ്പോൾ CPM കോഴി ഫാം എന്ന രീതിയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ശരിയാണ്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ CPM നേതാക്കൾക്കെതിരെ നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഒരു നടപടിയും CPM ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് എത്രമേൽ പ്രതിരോധിക്കുവാൻ കഴിയും? നിങ്ങളും ഇതേ കാര്യങ്ങൾ CPM ഉന്നയിച്ചിട്ടുള്ളതാണല്ലോ ഇതിനു മുൻപ്. മഞ്ജുഷ, ഇതിനകത്ത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM സംബന്ധിച്ചിടത്തോളം CPM വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ വിഷയത്തിനകത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാലോ CPM ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പടർത്താനും വലിയ തോതിൽ അവരെ വ്യക്തിഹത്യ ചെയ്യാനും ആക്രമിക്കുവാനും അവർക്കെതിരായിട്ട് സമരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ അവർക്ക് വലിയ ഉത്സുകതയാണ്. നിയമസഭയ്ക്കകത്ത് പോലും അവർ പലപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ പോലും വെറുതെ വിടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ വൾഗറായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ പോലും അധിക്ഷേപിച്ചിട്ട് അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലേക്കൊക്കെ പോകുന്നത് നിയമസഭകൾക്കകത്ത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്ന സമയത്ത് CPM കുറച്ച് സോഫ്റ്റ് ആണ്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CPM അകത്തുള്ള യുവനിര നേതാക്കൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ആൾക്കാർക്കെതിരെ വരെ വന്നിട്ടുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിലെ സഖാക്കൾ തന്നെയാണ്, വനിതാ സഖാക്കൾ തന്നെയാണ് ഇവർക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതിനകത്തൊക്കെയും തീവ്രത അളന്നും തീവ്രതയുടെ തൂക്കം നോക്കിയൊക്കെയാണ് പലപ്പോഴും അവർ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങളെ പരസ്യമായി ശാസിക്കും കേട്ടോ എന്നൊക്കെ ഉള്ള ഭീകരമായിട്ടുള്ള നടപടികളൊക്കെയാണ് പല വ്യക്തികൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ശ്രീ ഹസ്കർ പറയുന്നുണ്ടായിരുന്നു, മുകേഷ് എന്ന് പറയുന്നത് CPM ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്രം. അതെങ്ങനെയാണ് CPM ചിഹ്നത്തിൽ സ്വതന്ത്രം മത്സരിക്കുന്നത്? സാധാരണ അതിൽ സ്വതന്ത്രം മത്സരിക്കുക എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ളൊരു ചിഹ്നമാണ് കൊടുക്കുക. എന്തെങ്കിലും ഒരു ചിഹ്നത്തിലായിരിക്കും സ്വതന്ത്രൻ മത്സരിക്കുന്നത്. CPM പിന്തുണ കൊടുക്കാം, BJP പിന്തുണ കൊടുക്കാം, കോൺഗ്രസ് പിന്തുണ കൊടുക്കാം. അവർക്ക് അവരുടേതായ മറ്റ് ചിഹ്നമായിരിക്കും. പക്ഷെ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ സ്വതന്ത്രം മത്സരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാണ്. CPM സ്ഥാനാർത്ഥി അല്ല, CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടല്ലോ മുകേഷിന്റെ ഫ്ലക്സ് ബോർഡുകളോ മുകേഷിന്റെ പ്രചരണ മെറ്റീരിയലുകളോ അവിടെ ഉണ്ടായിരുന്നു. CPM സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പൊ മുകേഷിന്റെ രാജി ചോദിച്ചു വാങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ട് CPM ഒരുപാട് കാരണങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്ത് ഉന്നയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും CPM സംബന്ധിച്ചിടത്തോളം അവരുടെ കബോർഡിനകത്ത് ഒരുപാട് സ്കെൽട്ടൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വിട്ട് രാജി എന്ന ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് രാഷ്ട്രീയത്തിന്റെ ഒരു വശം. മറുവശം എന്ന് പറയുന്നത്, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വരുന്നതിന് CPM ഭയക്കുന്നുണ്ട്. കാരണം പാലക്കാട് നിയമസഭയിൽ നിലവിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് രാഷ്ട്രീയമായിട്ട് ഗുണമുണ്ടാക്കി കളയുമോ എന്നുള്ള ഭയം CPM-നുണ്ട്, കോൺഗ്രസിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി വെക്കാതെ ഇരിക്കുന്നതാണ് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ഗുണം എന്ന് CPM കരുതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവര് ആ വിഷയത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പോകുന്നത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ ഈ വിഷയത്തോടുള്ള സമീപനത്തിൽ നിന്ന് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് BN ഖസ്കർ, അത് ശരിയുമാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നില്ല? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള വിഷയം ശക്തമായിട്ട് CPM ഉന്നയിക്കുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ CPM-ഉം ആഗ്രഹിക്കുന്നില്ല. അവിടെ BJPയുടെ സ്ട്രോങ് ഹോൾഡാണ് എന്നുള്ള കാര്യം CPM-ന് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി BJPക്ക്
ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല, ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഭയം നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത്, അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു ആഘാതം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല? മഞ്ജുഷേ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു എന്ന് കരുതുക. രാജിവെച്ചാൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പോകുന്നില്ല. ജനപ്രാതിനിധ്യ നിയമത്തിലെ 151A പ്രകാരം ഒരു നിയമസഭയുടെ കാലാവധി 1 വർഷം എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട അതിന്റെ ആവശ്യകതയുള്ളൂ. സമാനമായ സാഹചര്യം പൂന നിയമസഭയിലും മഹാരാഷ്ട്രയിലെ മറ്റ് 2 നാഗ്പൂരിലും ജനപ്രതിനിധികൾ മരണപ്പെട്ടു പോയപ്പോൾ അവിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നില്ല എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക. അല്ല, അതിൽ 6 മാസത്തിൽ കൂടുതൽ ഒഴിച്ചിടാൻ പറ്റില്ല എന്നുള്ളതല്ലേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇത് 1 വർഷത്തിൽ കൂടുതൽ, 1 വർഷത്തിൽ താഴെയേ ഉള്ളൂ എങ്കിൽ അത് ഒരു വിവേചനാധികാരം എന്ന രീതിയിലാണല്ലോ. അതുകൊണ്ടാണല്ലോ അത്തരമൊരു നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ. അല്ല, നിയമപരമായി ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പല ഘട്ടങ്ങളിലായി നടത്തി വന്നിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ നമ്മുടെ വേണമെങ്കിൽ നടത്താം 6 മാസത്തിൽ കൂടുതൽ ഒഴിച്ചിടാൻ പറ്റില്ല എന്നുള്ള ക്ലോസ് വെച്ച് നടത്താം. ജനപ്രതിനിധികൾ നഷ്ടപ്പെട്ടപ്പോ അവിടെ ഇതേനക്ക് ഒരു കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അപ്പൊ പിന്നെ പാലക്കാടിലെ കാര്യം പറയാൻ പറ്റുമോ? അല്ല, അവിടെ നിങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, BJP സ്വാധീനം ചെലുത്തി അങ്ങനെ നടത്തിച്ചേക്കാം. അതാണ് കോൺഗ്രസ് തീരുമാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ബൈ ഇലക്ഷൻ ആഗ്രഹിക്കുന്നില്ല. അല്ല മഞ്ജുഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പൊ സ്വതന്ത്രമായല്ല പ്രവർത്തിക്കുന്നത്. BJPയുടെ ഘടകമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നതെന്ന് നാം സമീപകാല വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് ഉത്തമ ബോധ്യമുള്ളതാണല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്ന്? അല്ല, നിയമപരമായി ചെയ്യാനാവില്ല. ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ മുൻകാല പ്രവൃത്തികളിൽ നിന്നും ആ പ്രസിഡൻസുകൾ വെച്ചുകൊണ്ട് കീഴ്വഴക്കം മാത്രമാണ്. കീഴ്വഴക്കം മാറ്റുന്നതിൽ കുഴപ്പമില്ല, കീഴ്വഴക്കം മാറ്റാവുന്നതാണ്. അല്ല മുൻകാല കീഴ്വഴക്കങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത, ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇപ്പോ രാജിവെച്ചാൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതങ്ങനെ നിൽക്കട്ടെ. ഇതിൽ CPM നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. CPM വളരെ ശക്തമായി പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞു. ശക്തമായ ഭാഷയിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് രാഹുൽ രാജിവെക്കണം എന്നുള്ളത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് CPM ആണ്. CPM ആവശ്യപ്പെട്ടില്ലെന്നുണ്ടോ? CPM-ഉം DYFI-യും അടക്കം നിരന്തരം ഇക്കാര്യത്തിൽ സമരരംഗത്തുണ്ട്. ആ സമരരംഗത്തുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന CPM മൃദു സമീപനം ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നാണോ? ഒരു മൃദു സമീപനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അഭികാമിത്യം, രാഷ്ട്രീയമായി ഗുണകരമാവുക എന്ന് പറയുന്നത് രാഹുൽ രാജിവെക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അത്തരമൊരു നിലപാടാണ് CPM എടുക്കേണ്ടിയിരുന്നത്. നിശബ്ദത പാലിക്കുകയല്ല. CPM എടുത്തത് ധാർമ്മികതയുടെ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് CPM ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തത്. അല്ല, താങ്കൾ പറയുന്നത് രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാട് എടുത്താൽ മതി എന്നാണോ? എങ്ങനെയാണ് അത്? എനിക്ക് മനസ്സിലായില്ലത്. അല്ല മഞ്ജുഷ, ഇതില് CPM-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്ന് പറയുന്നത് രാഹുൽ രാജിവെക്കാതിരിക്കുന്നത് എന്ന വ്യക്തിപരമായ വിലയിരുത്തലാണ് എനിക്കുള്ളത്. കാരണം രാഹുൽ രാജിവെക്കുന്നതോടുകൂടി രാഷ്ട്രീയമായി നേട്ടം ലഭിക്കാൻ പോകുന്നത് UDF-നും കോൺഗ്രസിനും മാത്രമായിരിക്കും. അപ്പൊ ആ UDF-നും കോൺഗ്രസിനും അങ്ങനെ ലഭിക്കുന്ന രാഷ്ട്രീയ നേട്ടം ഇല്ലാതാവണമെങ്കിൽ കൃത്യമായി രാജിവെക്കാതിരിക്കുകയും ഈ വിഷയം വീണ്ടും ഇങ്ങനെ തുടർന്നു പോകാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ രാജിവെക്കാതിരുന്നിടത്തോളം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇന്നലെയോ മെനിഞ്ഞാന്നോ രാജിവെച്ചിരുന്നു എങ്കിൽ ഈ വിഷയം അടഞ്ഞ അധ്യായമായി കോൺഗ്രസിന് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളിടത്താണ് രാഷ്ട്രീയപരമായി ഗുണം CPM-നും ഇടതുപക്ഷത്തിനും ലഭിക്കും എന്ന വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ താങ്കൾക്ക്? അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കോട്ടം UDF-ന് സംഭവിക്കുകയാണ് ഇപ്പോഴെന്ന്? അല്ല, രാഹുൽ രാജിവെക്കേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായ ഇക്കാര്യത്തിൽ. രാഹുൽ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ, രാജിവെക്കാതെ മുന്നോട്ട് പോകുന്തോറും കോൺഗ്രസിൻ്റെ അവിടുത്തെ നില ദുർബലമാവുകയാണ്, പാലക്കാട് ദുർബലമാവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഈ BJP-ക്ക് അവിടെ ഈസി വാക്ക് ഓർന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല രാഹുൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും. കാരണം അവിടെ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ നിർണായകമാണ് എത്ര നോക്കിയാലും. അല്ലെങ്കിൽ ഈ ശ്രീധരൻ നിൽക്കുമ്പോൾ അത്രയും പോൾ ചെയ്ത വോട്ടുകൾ പോൾ ചെയ്യണ്ടേ? അപ്പോഴും ഈ 2000 വോട്ടർ ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലമാണ്. അവിടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിർണായകമായതുകൊണ്ട് അങ്ങനെ ഈസി വാക്കോറൊന്നും അവിടെ BJP-ക്ക് ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അപ്പോൾ ചെയ്യേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കുക തന്നെയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ രാജിവെപ്പിച്ചിരുന്നെങ്കിൽ
കൃത്യമായിട്ട് കോൺഗ്രസിന് തങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനം ജനങ്ങൾക്ക് മുന്നിൽ നടത്താൻ കഴിയുമായിരുന്നു. ഇത് കണ്ടില്ലേ, ഞങ്ങളൊരു MLA ഒരു ആരോപണം ഉയർന്നപ്പോൾ MLA കൊണ്ട് ഉള്ളിൽ രാജിവെപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ സ്ത്രീ വിഷയങ്ങളിലും ഒക്കെ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് പറയാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസ് നേതൃത്വമാണെന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തും രാജിവെക്കുന്നത് തന്നെയായിരുന്നു കോൺഗ്രസിന് എപ്പോഴും ഗുണകരം, എപ്പോഴും നല്ലത്. രാജിവെക്കാതിരിക്കുന്നതോറും അദ്ദേഹം MLA ആയിരുന്നുകൊണ്ട്, സ്വതന്ത്ര MLA ആയിരുന്നുകൊണ്ട് MLAയുടെ അതിനുള്ള ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ യോഗത്തിൽ പങ്കെടുക്കാം, അതിൻ്റെ അലവൻസുകൾ വാങ്ങാം, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പൈസ അലോട്ട് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. അദ്ദേഹത്തിന് ഒരു MLA ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാം. ഇതെങ്ങനെ അദ്ദേഹത്തിന് ഇതെല്ലാം ലഭിച്ചത്? കോൺഗ്രസ് രാഷ്ട്രീയം മുന്നിൽ നിർത്തി അവിടെ മത്സരിച്ച് കോൺഗ്രസ് പാർട്ടി അവിടെ ടിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. ആ ടിക്കറ്റ് കൊടുത്ത പാർട്ടി പാർട്ടിയുടെ രാഷ്ട്രീയം ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആളെ കണ്ടിട്ടല്ലേ ഇവരാരും വോട്ട് ചെയ്ത്. അപ്പോൾ ഈ പാർട്ടിയുടെ രാഷ്ട്രീയം മുന്നിൽ വെച്ചപ്പോൾ ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയത്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെടുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് അത് രാജിവെക്കുകയായിരുന്നു. കോൺഗ്രസ് MLA സ്ഥാനം രാജിവെച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് വലിയൊരു ഗ്രേസ് അക്കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നു, അത് ഒരു സംശയം എനിക്കില്ല. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, എന്താണ് ഹസ്കർ പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെടാൻ തുടങ്ങിയിരുന്നു, എന്താണ് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അവിടെ രണ്ട് രാഷ്ട്രീയം തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ശ്രീ ഹസ്കർ അതിനകത്ത് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്നത് രാഹുൽ രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരു MLA എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഭീഷണി തന്നെയാണ്. നമുക്ക് 2022 മുതലുള്ള പരാതികൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോ ബഹുമാനനായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം തന്നെ ഇവിടെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇൻസൈഡ് സർക്കിളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ രാഹുലിനെതിരെ FIR രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ടെക്നിക്കാലിറ്റി മാത്രമാണ് ഇപ്പോഴും UDF അതിദുർബലമായിട്ടുള്ള ഒരു വാദമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് അവർക്ക് പോലും വാദമില്ല. VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. ഒരച്ഛൻ ആ വിഷയത്തിൽ ഇടപെടേണ്ടത് എങ്ങനെയാണോ ആ തലത്തിൽ താൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുലിനെതിരായിട്ട് പെൺകുട്ടികളുടെ പരാതികളുണ്ട് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാർക്കോ UDFകാർക്കോ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വിഷയം മാത്രമാണ്. FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം കുറവാണ്. കാരണം പ്രധാനമായിട്ടും രാഹുൽ മോശമായി പെരുമാറിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇന്റേണലി അവരുടെ സംഘടനയ്ക്കകത്തുള്ള പല ആൾക്കാരോടും തന്നെയാണ്. അപ്പൊ സംഘടനയ്ക്കകത്ത് അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാതികളുടെ ഗ്രാവിറ്റി വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഒരു പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്തുവാൻ വളരെ റൂഡായിട്ട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡുകൾ വേണമെന്ന് ചോദിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു വളരെ ക്രിമിനൽ മൈൻഡോടുകൂടി തന്നെ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അത്തരത്തിൽ ക്രിമിനൽ മൈൻഡുള്ള ഒരാള് ജനപ്രതിനിധിയായിട്ട് തുടരുന്ന സമയത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. പക്ഷെ അവരപ്പോഴും ചുഴിഞ്ഞു നോക്കുന്നതും അളന്നു നോക്കുന്നതും തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ആ വിഷയത്തിൽ എങ്ങനെ വരുമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ ഇരുന്നാൽ കോൺഗ്രസിന് എന്താണ് ഒരു കിട്ടുമായിരുന്ന എഡ്ജ്, രാജിവെച്ചാൽ കിട്ടുമായിരുന്ന എഡ്ജ് രാജിവെക്കാതെ ഇരുന്നാൽ കിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർന്നു കൊള്ളട്ടെ. അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് CPM-നാകും കിട്ടുക. ഈ തരത്തിലാണ് CPM-ഉം CPM-ന്റെ സഹയാത്രികരും രാഷ്ട്രീയത്തെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു വെച്ചത്, ഈ രണ്ട് മുന്നണികളും ഏതാണ്ട് സമാന സ്വഭാവത്തിലാണ് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-നെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അവിടുത്തെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും കണ്ടു എന്ന് വരില്ല. കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇത്രയും നാൾ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് നിയമസഭയിൽ അവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് ആയിരിക്കും അവിടെ കാര്യമായിട്ടുള്ള ഒരു എഡ്ജ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നു. ഒപ്പം തങ്ങളുടെ ജനപ്രതിനിധികൾക്ക് നേരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അത് തങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇത്
വേണ്ട. എല്ലാവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കബോർഡിനകത്ത് ആവശ്യത്തിനധികം സ്കെൽട്ടൺസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ കൂടുതൽ മുറിപ്പെടുത്താൻ പോണ്ട. ഞാൻ ഇന്ന് നോക്കുന്നു VD സതീശൻ വന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ആ അഗ്രസീവ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലൂടെ BJP വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, CPM റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം CPM റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എം.വി. ഗോവിന്ദന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിലുണ്ട്. എം.വി. ഗോവിന്ദന്റെ പ്രതികരണം കേൾക്കാം. സെക്കൻഡ് യുവരാജ് എം.വി. ഗോവിന്ദൻ ഇതേപ്പറ്റി പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലൊക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെപ്പിക്കുന്നതാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം ആ കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഈ രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളെയും യുവരാജ്, ഇതാണ് CPM-ന്റെ ഔദ്യോഗിക നിലപാട്. കാരണം എത്ര ബോംബിട്ടാലും ഇങ്ങോട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് CPM-ന്റെ ആത്മവിശ്വാസം. അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. CPM ഇങ്ങനെയാണോ പ്രതികരിക്കുക? CPM-ന്റെ ഒരു MV ഗോവിന്ദൻ മാസ്റ്റർ വന്ന് പറഞ്ഞിട്ട് പോയി. ഒരു MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറച്ച് കാണുന്നതല്ല, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഒരു 2ാം നിര 3ാം നിര നേതാക്കൾ ഉൾപ്പെടെ വലിയ വായിൽ വന്ന് വെല്ലുവിളികൾ ഉയർത്തുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് അവരുടെ രാഷ്ട്രീയത്തിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് അവരുടെ ആ ഒരു സർക്കിൾ മൊത്തം സൈലന്റ് ആണെന്നേ. പകരം MV ഗോവിന്ദൻ മാസ്റ്റർ മാത്രം വന്നു പ്രതികരിച്ചു എന്ന് വരുത്തി തീർത്തതിന് ശേഷം തിരിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വരുത്തി തീർത്തിട്ട് ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ സ്കിപ്പായിട്ട് പോകുമെന്നുള്ളത് മാത്രമാണ് അവർ നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങൾ എന്താണ് അവസ്ഥ, ഇങ്ങനൊരു MLA അവിടെ തുടരുന്നത് എന്തുമാത്രം അപകടമാണ് എന്നുള്ള തലത്തിലേക്ക് ജനകീയ വിഷയമായിട്ട് അതിനെ എടുത്ത് ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാലോ, ഒരു ജിഷ വധ കേസ് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു ജിഷ കേസ് വന്നത്. CPM കേരളം മുഴുവൻ അതിവ്യാപകമായിട്ട് പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇനി എത്ര ദിവസമുണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്? 50-60 ദിവസമുണ്ട് കഷ്ടി. സ്വാഭാവികമായിട്ട് അവർക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണല്ലോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഒരു അവസരവും കൂടിയാണല്ലോ. ആ തരത്തിലുള്ള ഒരു അഗ്രസീവ് ക്യാമ്പയിൻ എവിടെയെങ്കിലും CPM-ന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പതുക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നതാണ് നല്ലത്. സ്കിപ്പ് ചെയ്ത് വിടുകയാണല്ലോ CPM ചെയ്യുന്നത്. അത് യുവരാജ് പറഞ്ഞതുപോലെ കബോർഡിൽ ഇപ്പോൾ ഒരുപാട് സ്കെൽട്ടൺസ് ഉണ്ട്. മഞ്ജുഷേ, ബ്രിഗ്ഭൂഷൺ എന്ന് പറഞ്ഞ ഒരു പാർലമെന്റേറിയൻ ഉണ്ടായിരുന്നു, BJP-യുടെ നേതാവ്. അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് അടക്കം വന്നിട്ട് ഗുസ്തി താരങ്ങൾ, ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ തെരുവിൽ സമരം ചെയ്തിട്ട് ഈ BJP എന്തു ചെയ്തു? ആ BJP-യുടെ നേതാവായിട്ടുള്ള ശ്രീ യുവരാജ് ഗോകുലൊക്കെ ഇപ്പോ CPM-നെ ആക്രമിക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും ആരോപണങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഗുസ്തി താരങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും ബ്രിജ്ഭൂഷണിനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് BJP. അപ്പോ ആ BJP-ക്ക് ഇത്തരത്തിൽ ഒരു സമീപനമോ ആക്ഷേപം ഉന്നയിക്കുന്നതിനോ പോലും രാഷ്ട്രീയപരമായി യാതൊരു ധാർമ്മികതയില്ല. അപ്പോ ദേശീയ നേതൃത്വം മുതൽ ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-യുടെ നേതൃത്വത്തിലും ഇത്തരമുണ്ട്. നമുക്ക് സമൂഹത്തിലെ അപജയം നിശ്ചയമായും രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കന്മാരിൽ ആ അപജയം ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് എനിക്ക് മടിയില്ല. കാരണം അതിൽ ആ അപജയമുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ CPM നേതാക്കന്മാർക്ക്, കാര്യം ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ നേതൃനിരയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടുകൂടിയും ഓരോ ഘട്ടത്തിലും സ്കൂട്ടണിക്ക് വിധേയമായിട്ടാണ് ഓരോ CPM നേതാക്കന്മാരും വളർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ CPM-ന്റെ നേതൃനിരയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആളുകളല്ല CPM-ന്റെ നേതാക്കൾ. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ചങ്കൂറ്റത്തോടെ പറഞ്ഞിരുന്നത് ഇത്തരം ഭീഷണികൾ CPM-ന് നേരെ വേണ്ട എന്ന് പറയുന്നത്. വരുമ്പോൾ തീർക്കാൻ പോകുന്ന പ്രതിരോധവും എല്ലാവർക്കും അറിയാം. ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. ശ്രീ യുവരാജ് ഗോകുൽ, താങ്കൾക്ക് മറുപടിക്കുള്ള സമയമാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞ ആരോപണത്തിന്.
അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ബ്രിജ്ഭൂഷൺ കേസ് പറയുന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട്. നോക്കൂ, ഇന്ത്യയില് പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ, കുറെ നാള് കർഷക സമരമായിരുന്നു, അത് കഴിഞ്ഞ് ഗുസ്തി താരങ്ങളുടെ സമരവും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഈ ഗുസ്തി താരങ്ങളുടെ സമരം പ്രധാനമായിട്ടും മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുള്ളതായിരുന്നു. അവസാനം അതിന് എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ ഫാമിലി തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾ മറ്റു ചില ഭാഗത്ത് നിന്ന് ഞങ്ങളോട് ഇത്തരത്തിൽ കേസ് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു. അവസാനം ആ കോടതി ആ കേസ് തന്നെ എടുത്ത് കളയുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. ഇതിപ്പോ പലർക്കും അറിയാവുന്ന വിഷയമാണ്, വീണ്ടും അത് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വിഷയമാണ്. എന്താ ഈ പറയുന്ന റെസ്ലിംഗ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട്, അതിന്റെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്, അതിന്റെ അധികാര തർക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും പിന്നെ അങ്ങ് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം വന്നിട്ടുണ്ട്. ആരോപണം ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഗുസ്തി താരങ്ങൾ തന്നെ ഈ ആരോപണം നിർത്തുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അതിനിടെയാണ് തിരിച്ചടി എന്നുള്ള രീതിയിൽ വി.ഡി. സതീശൻ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. CPM-നും BJP-ക്കുമെതിരെ ഉടൻ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് ചോദ്യം ഇതായിരുന്നു: ഞെട്ടിക്കുന്ന വിവരങ്ങൾ വി.ഡി. സതീശൻ പുറത്തുവിടുമോ? പുറത്തുവിടുമെന്ന് 67% പ്രേക്ഷകരും വിശ്വസിക്കുന്നു, ഇല്ല എന്ന് 29%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.